ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തി വ്യക്തമാറും നേരം സ്വന്തം നീയേ കൺമണി ചടചടകൊളുപടി കരളിന്റെ കുടത്തിലെ കടിയാനുടനെ നിറയാൻ വരണേ അറിവറി എനിക്കില്ല പതുക്കന്നെ മതി മതി പുറപടരും തിരുമധുരം പുലരാൻ അത്യാവശ്യം ഫീച്ചർ ലോഡാണ്. അഡാസ് ഇതിന് വരുന്നില്ലെന്ന് തോന്നുന്നു. ടോപ്പ് വേരിയൻസിന് മാത്രം അല്ല, ഇതിനകത്ത് അഡാസ് ഉണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ചെറിയ രീതിയിലുള്ള. അതാണോ ക്രൂസ് കൺട്രോൾ ആണോ? ക്രൂസ് കൺട്രോൾ ഉണ്ട്. അഡാസ് വരുമ്പോ മറ്റേ ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ, ലൈൻ കീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ അവര് പറഞ്ഞ മറ്റേ ലൈനിന്ന് വിട്ടുപോകാതിരിക്കാനല്ലേ ഇതല്ലേ ഇവിടെ നമ്മള് ലൈനിന്ന് വിട്ടു. ഇത്ര ഒരുപാട് ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റുമോ? കൊറേ നാളൊക്കെ ആരൊക്കെ ഈ ആൻഡ്രോയിഡും കാർപ്ലേ ആണല്ലോ. പിന്നെ ഇത് ആപ്പിൾ ആൻഡ്രോയിഡ് ഓട്ടോ. ഇത് ആപ്പിൾ കാർപ്ലേ. ആൻഡ്രോയിഡ് ഇതേതാണ്, ഏതിന്റെ സൗണ്ട് സിസ്റ്റം ആണ് വരുന്നതെന്നല്ല പറയാ? ഇത് ഇതിന്റെ ടോപ്പ് മോഡൽ മറ്റേ ഏതോ പേരൊക്കെ അൽക്കസാറോ? അല്ല അൽക്കസാറോ, ആർക്കമീസ്. എന്നാ എഴുതി കാണിക്കത്തില്ലേ? ഏതോ ഇന്ത്യൻ ബ്രാൻഡായിരുന്നു. ഇനി സോങ് സജഷൻ ഹർമൻ കാർഡ്. ഇതിന്റെ ഹർമൻ കാർഡ് AX5 അടിച്ചു. ഹാർമൻ കാർഡ് സറൗണ്ട് ഒക്കെ ഉണ്ടല്ലേ? അവിടെ എല്ലാം സ്പീക്കറുണ്ട് പുറകില്. പുറകെ ഡോറിന്റെ അവിടെ എന്തോന്നല്ലേ സറൗണ്ട് കിട്ടിയുള്ള കടുവിട്ടു പറത്തൊരു കണക്കെന്നു മടിച്ചെന്നെ കൊടുക്കിട്ടു വലിക്കല്ല വിടുക്കിപ്പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും കരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ ഹാത്ത് നീ പറഞ്ഞുടനെ കാറ്റ് കത്തി കയറുന്ന കണക്കുള്ള പോക്ക് മത്തു പിടിച്ചിട്ടു കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസകുള നീ തന്നെ സുഖത്തിന്റെ ശരികമ നീ തന്നെ കടുവിട്ടു പറത്തൊരു കടക്കണ്ണു മടിച്ചെന്നെ കൊടുത്തിട്ടും വലിക്കല്ലേ മിടുക്കിപ്പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും കരിച്ചിട്ടും കുളിപ്പിച്ചു കിടക്കല്ലേ കൊടുക്കപ്പെണ്ണേ തറവാടി പോക്കിരിക്കുതമ്മാടി പേരുകേട്ട തറവാടി പോക്കിരിക്കുതമ്മാടി മണ്ണിലെ സത്യമേ സോമകന്യകേ സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി അന്തി വ്യക്തമാറും നേരം സ്വന്തം നീയേ കൺമണി ചടചടകൊളുപടി കരളിന്റെ കുടത്തിലെ കടിയാനുടനെ നിറയാൻ വരണേ അറിവറി എനിക്കില്ല പതുക്കന്നെ മതി മതി പുറപടരും തിരുമധുരം പുലരാൻ കട്ടിക്കിട്ടു പറത്തൊരു കടക്കണ്ണം മടിച്ചെന്നെ കട്ടിക്കിട്ടു വലിക്കല്ല മിടുക്കിപ്പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും കരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ
छन 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 बोले सन 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 पायल की झनकारत बोले गाओ ना नाचो ना पायल की झनकारत बोले गाओ ना नाचो ना नाचो ना कि मेरे पास गाना തൊട്ടടുത്തു വന്നീട ഒട്ടുകുത്തി നിന്നീട പൂങ്കവിൾ തന്നില ജന്മപുണ്യനേ മതിമറന്നൊരാവേശം നീ പതഞ്ഞൊരീ നേരം ധീരമായി മാറണേ സ്നേഹതീർത്ഥമേ ചുംബനങ്ങളോരോന്നായി നീ സമ്മാനം പോവാങ്ങണേ ചുട്ടുകൊള്ളും ഉള്ളി നീയോരൊക്കം റൊക്കം ചേരണേ അടിമുടി കസടിയ കനവിനു ചിറകടി കൊതിയൊന്നിളകി സുഖമോ ചിതറി വലയുടെ കൊടുമുടി കയറിയ മനസ്സിന് പതയലിയും പതയലിയും തിരയും കളിവിട്ടു വറുത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കുളിപ്പിട്ടു വരിക്കല്ലേ മിടുക്കിപ്പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ പടപട പിടയ്ക്കണ ഹാത്ത് നീ പടങ്ങിയാലുടനെ കാത്ത് കത്തി കയറുന്ന കണക്കുള്ള കൊക്ക് മത്ത് പിടിച്ചിട്ട് കറങ്ങുന്നു വാക്ക് കരിമ്പിന്റെ രസഗുള നീ തന്നെ സുഖത്തിന്റെ സരിഗമ നീ തന്നെ കടുകിട്ട് പറത്തൊരു കടക്കണ്ണു മടി തന്നെ കുടിക്കിട്ട് വരികെല്ലാം പിടിക്കപ്പെണ്ണേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടിക്കപ്പെണ്ണേ 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 വീക്കെൻഡ് ഫൺ പരിപാടി ഇപ്പൊ ഇത് അറിയാത്തവർക്ക് പറന്നു പോകുന്നു ഈ സ്കൂട്ടർ. റോഡ് നല്ലതായോണ്ട് ഇങ്ങനെ ശരി ഹോൺ അടിക്കാൻ ഇച്ചിരി എഫർട്ട് വേണം തോന്നല്ലേ. അതെ അതെ ഇച്ചിരി എഫേർട്ട് വേണം, ചിലപ്പോ ആകത്തില്ല. അല്ലെങ്കിൽ ഒരു ലോങ് ഹോൺ ആയിപ്പോ. അതെ അതെ അക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്ത് മുക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ചയുള്ള മാർഗമെന്താ ഇപ്പൊ കോൺക്രീറ്റ് ഇട്ടുള്ളതാ പെട്ടത്. ഇപ്പൊ മാറ്റാൻ വേണ്ടിട്ട് നില്ല നില്ല നല്ല മഞ്ഞുകാലമല്ലോ രാവിനെത്ര ചൂടിതെന്താ എന്ത് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം? മൈലേജ് ഇവര് പറഞ്ഞത് എന്റെ അടുത്ത് 18 ആ റേഞ്ചാ, 20 അങ്ങനെ 18. നമുക്ക് കിട്ടുന്നത് 13, 14 വരെ. 14 മാക്സ്. അത് ഓവറോൾ നല്ല ലോങ് ഒക്കെ പോകുന്നു. ഓക്കെ. അല്ലെ ടൗണൊക്കെ പോകുമ്പോ 10, 11. സിറ്റീസ് ആകുമ്പോ നല്ല കുറയല്ലേ. ലൈറ്റ്സ് ഓട്ടോ ആണോ? ലൈറ്റ്സ് ഓട്ടോ ഉണ്ട്, വൈപ്പർ ഓട്ടോ ഉണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്. ഇനിയിപ്പോ എങ്ങോട്ട് പോകണം? ഫീച്ചറിലോടാണ് ഇങ്ങനെ ഇനി ഓടിക്കുന്നോ അതോ തിരിച്ചു പോകുന്നോ എങ്ങനെയാ ബ്രോയുടെ വീട് തിരിച്ചാണ്? തിരിച്ചാണ്. അത് ഇങ്ങനെ പോകണമെങ്കിൽ ഇച്ചിരി കൂടെ ഓടി കരുവം വരെ കറങ്ങി പോകണം. മറ്റേ ബട്ടൺ ഓഫ് ചെയ്യണം, അത് തന്നെ ഓഫ് ആകും വണ്ടി. ഏതാ? ഹൈഡ്രോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. അത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ്. ഇഷ്ടമല്ലേ. ഇതിപ്പോ ഏതാ നേരെ ജംഗ്ഷൻ? ചെണ്ണപ്പേട്ട. ഇത് ചണ്ണപ്പേട്ട കറക്റ്റ്. അത്യാവശ്യം ഫീച്ചറിലോടാണ്. 4x4 ഇല്ലെന്ന് നോക്കുവാണെങ്കിൽ ഇതിന്റെ ഇനി 4x4 ഉണ്ടോ? ഇതിന്റെ 4x4 ഉണ്ട്. ഇതിന്റെ സെയിം മോഡലിന്റെ. ഞങ്ങള് പിന്നെ ഇതെല്ലാം എടുക്കുന്ന സമയത്ത് ആർക്കും ഒന്നും പറയണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോ മമ്മി കുറെ 2 ലക്ഷം കൂടെ ഉള്ളതായിരുന്നു, നമുക്ക് നോക്കായിരുന്നു. 4x4 എടുക്ക ആരും ഒക്കെ പറഞ്ഞേ, അവരടുത്ത് പറഞ്ഞു ഇങ്ങനെ 4x4 എടുത്തു. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് ഇത്ര ഉള്ളായിരുന്നു, എന്തായാലും എടുക്കുമല്ലായിരുന്നു, നമുക്ക് എടുക്കായിരുന്നു. എന്നും പണ്ടുണ്ട് ഇവിടെ ഇരുന്നു. എനിക്ക് അതിന് അഡീഷണൽ ഒരു ലിവർ ഒരെണ്ണം കൂടെ ഉണ്ട് സൈഡിലോട്ട്.
പക്ഷെ എന്തായാലും റോഡ് പ്രസൻസ് ഭയങ്കര ഓടി ചെയ്യുമ്പോ സത്യം 4 ആൾക്കാർ അത് ഈവൻ മറ്റേ താറാന്നേ പോലും നോക്കും. അതായാലും നോക്കും. എനിക്ക് മടുത്ത് ഭയങ്കര ഇതായി പോയി. പിള്ളേരെ ഇങ്ങനെ ഈ എടുത്ത സമയത്ത് ഞാൻ വണ്ടി പോയിക്കൊണ്ടിരുന്നപ്പം ഏതോ ഒരു ചേച്ചി ചേർന്നു സ്വിഫ്റ്റിൽ ഇങ്ങനെ കൈ ഒക്കെ കാണിച്ചോണ്ട് പോയി. ഒരു ഫ്രണ്ട് നിർത്തിയിട്ട് കൈ ഇങ്ങ് വീശു. എന്നതിന് എനിക്ക് ഞാൻ പിന്നെ ആന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. ലൈറ്റ്സ് എങ്ങനെ ഉണ്ട്? ലൈറ്റ് എല്ലാം നല്ല ഇഷ്ടപ്പെടും. ഇന്നാള് ഞങ്ങളുടെ ഇന്നോവയിലുണ്ടല്ലോ ഇച്ചിരി വീക്കാ ലൈറ്റ്. ഇത് കിട്ടിയപ്പം ഈ കൊറേമാര് അടിച്ചിങ്ങ് തരുമല്ലോ, 2 അടിച്ചു വെക്കുമ്പോ നിർത്തും എല്ലാവരുടെയും പ്രശ്നം. അതുകൊണ്ടൊരു സന്തോഷം. ഇവൻ പറയുന്ന മേളി മറ്റേ ഇനിയും വെക്കണോന്ന്, ബാർ ലൈറ്റ് ഒക്കെ വെക്കാനൊക്കെ പറയാം. തൂക്കാൻ സാധ്യത. അതാ അങ്ങനത്തെ ആംബർ ലൈറ്റ്സ് ഉണ്ട്. പറ്റത്തില്ല, നമ്മുടെ പേടിക്ക് എപ്പോഴാ. അതെ അതെ. അഡാസ് ഇല്ലല്ലോ, അതുണ്ടോ? അഡാസ് ഉണ്ടോ അതിന്? ഞാൻ ഈ വണ്ടി പ്രാന്ന് പറഞ്ഞ ഇവനെ ആണോ? ഞാൻ അത്യാവശ്യം നോർമലായിട്ട് അത്ര യൂസ് ചെയ്യുന്നുള്ളല്ലേ? യൂസും എല്ലാത്തിനകത്തും ഈ ടെക്കിലും ഫോണിലും ഇവനെ അതിനകത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്രയും കയറിയിട്ടില്ല. എടാ ഡൗട്ട് അഡാസ് ഉണ്ടോ? അഡാസ് ഇതിന് വരുന്നില്ലെന്ന് തോന്നുന്നു, ടോപ്പ് വേരിയൻസിന് മാത്രം. അല്ല, ഇതിനകത്ത് അഡാസ് ഉണ്ട്, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ചെറിയ രീതിയിലുള്ള. അതാണോ? ആ ക്രൂസ് കൺട്രോൾ ആണോ? ക്രൂസ് കൺട്രോൾ ഉണ്ട്. ക്രൂസ് കൺട്രോൾ ഉണ്ട്. അഡാസ് വരുമ്പോ മറ്റേ ലൈൻ അസിസ്റ്റ്, ലൈൻ ഡിപ്പാർച്ചർ, ലൈൻ കീപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ അവര് പറഞ്ഞ മറ്റേ ലൈനിന് വിട്ടുപോകാതിരിക്കാനല്ലേ ഇതല്ലേ ഇവിടെ നമ്മള് ലൈനിന് വിട്ടുപോകാതിരിക്കാനല്ലേ ഇതിനകത്ത് കാണാതിരിക്കുമല്ലോ. ഏതിലാ? അതൊക്കെ ഇതിനകത്ത് ഡ്രൈവർ അസിസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ സൈൻ ബോർഡും സ്പീഡെല്ലാം അവിടെ കാണിക്കും. അത് എനിക്ക് ഇഷ്ടപ്പെട്ട. നീ ഫ്രണ്ടിൽ ഉള്ള സൈൻ ബോർഡിനകത്തുള്ള സ്പീഡ് ലിമിറ്റ് അതെല്ലാം എടുത്ത് അതെല്ലാം നമുക്ക് അവിടെ കാണിക്കും. ഇപ്പം സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ എല്ലാം കാണിക്കും. അതെ, ഇത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതിന്റെ സൈൻ അതാണ്. ABS. സത്യം പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു ഈ വണ്ടി. എന്താ ഇവരാരും എന്നോട് പറഞ്ഞില്ല. സർപ്രൈസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ബട്ട് വണ്ടി എന്ന് കിട്ടുമെന്ന് എനിക്കൊരു ഉറപ്പില്ല. പപ്പ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും ബുക്ക് ചെയ്തിട്ട് എത്ര ആളുകൾ കിട്ടി? ബുക്ക് ചെയ്തിട്ട് 2 മാസത്തിൽ കിട്ടി. പണ്ടൊക്കെ മഹേന്ദ്ര 1 year ഒക്കെ ആയിരുന്നല്ലോ. അതായത് ഇത് പറഞ്ഞ വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞേക്കുന്നത് ഇപ്പം 2 വർഷം ആണ്. ഞങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുള്ള 3 ലക്ഷം ബുക്കിംഗ് വന്നു. 2.5 വർഷം 3 വർഷം എന്നൊക്കെയാ പറഞ്ഞു. നിങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്തോണ്ട്? പ്രീ ബുക്കിംഗ് ആ സിസ്റ്റം ഇല്ല സത്യം പറഞ്ഞാൽ. അവര് സ്വന്തമായിട്ട് ഇതിനകത്ത് നമുക്ക് ആ പ്രയോറിറ്റി കിട്ടും. അതേ ഉള്ളു. ഇത് എടുത്തോണ്ട് വന്ന് രാത്രി എൻ്റെ അടുത്ത് പറഞ്ഞ് പുറത്തോട്ട് പോകാൻ. ഞാൻ പറഞ്ഞു ഓക്കെ, എവിടെയും പോകാനായിരിക്കും പറഞ്ഞിട്ട് ഇറങ്ങി ചെന്നപ്പോ ഒരു പുതിയ വണ്ടി, അറിയാത്ത വണ്ടി. അന്നേരം വിചാരിക്കുന്നത് എടുത്തു. അങ്ങനെ